നൽകുന്നത്. ഇപ്പോൾ റിയാസ് KMRന്റെയും വിനയന്റെയും അടുത്ത് ഒരു ലോട്ടറി ചേട്ടനുണ്ട്. റിയാസ്, നാളെയാണ് ലോട്ടറി അടിക്കുന്ന ദിവസം. സ്വർണ്ണ കപ്പിന് വേണ്ടിയുള്ള ലോട്ടറി തന്നെയാണ്. ആരടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ റിയാസ് KMR ഒരു ലോട്ടറി എടുക്കുന്നുണ്ടോ? അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ലോട്ടറി ഇപ്പോൾ വൃന്ദ പറഞ്ഞതുപോലെ നാളെ ആരായിരിക്കും ബമ്പർ വിജയി എന്ന് നമുക്ക് നാളെ വൈകിട്ടോടുകൂടി അറിയാൻ കഴിയും. പക്ഷേ ഇത് ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറാണ്. കേരള സംസ്ഥാന ലോട്ടറി ഭാഗ്യക്കുറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പറാണ്. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഈ കേരള ഭാഗ്യക്കുറി, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗ്യക്കുറി നമ്മുടെ ഈ കേരള വിഷൻ ന്യൂസിൻ്റെ ഈ പരിപാടിയുടെ കലോത്സവ പരിപാടിയായ തിരുവരങ്ങിനൊരു പ്രധാന സ്പോൺസർമാരിൽ ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, 20 കോടി രൂപ ഒന്നാം സമ്മാനമാണ്. ഫെബ്രുവരി 5-നാണ് അല്ലേ ഏട്ടാ? 400 രൂപ അല്ലേ? 400. അതെ. അപ്പോൾ ഇതൊന്ന് അതിനകത്ത് ഇട്ട് കൊടുത്തേ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കവറിലാണ് ചേട്ടൻ. നല്ല കലാവർക്കൊക്കെ ഉണ്ടല്ലോ ഏട്ടാ അതിനകത്ത് അല്ലേ? ഉണ്ട് 10 വർഷമായി ഈ പ്രവർത്തനം തുടങ്ങിയിട്ട്. ഇത്തവണ കലോത്സവത്തിന് ഇന്ന് മത്സരങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ഇന്ന് കാണാൻ തന്നെ. ഏതാ ഇഷ്ടപ്പെട്ട ഇനങ്ങൾ? ഇഷ്ടപ്പെട്ട ഇനങ്ങൾ എനിക്ക് കൂടുതൽ ഈ നൃത്ത പരിപാടികളാണ് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഈ ഒന്നാമത്തെ വേദിയിലും രണ്ടാമത്തെ വേദിയിലൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റും അല്ലേ? കാണാൻ പറ്റും. പേരെന്താ? രാമഭദ്രൻ. അയ്യോ, ചെറിയ പേരൊന്നുമില്ല, രാമഭദ്രൻ. മറ്റേ 500 നമ്മുടെ സിനിമയിലെ ആനപ്പാറ അച്ചാമ്മയുടെ ഒക്കെ അല്ലേ? ആ രാമഭദ്രനാണോ? അല്ല. പിന്നെ എവിടെ വീട്? ഇവിടെ ഊക്കോട് എന്ന് പറയുന്ന ഊക്കോട് അക്ഷയയുടെ തൊട്ട് മുന്നിലാണ്. പാട്ട് പാടുമായിരുന്നല്ലോ, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പണ്ട് പാട്ട് പാടുമായിരുന്നില്ലേ? പണ്ടൊക്കെ പാട്ട് പാടും. ഇനി 70 വയസ്സായല്ലോ, ഇനി ഇപ്പം പാട്ടൊന്നും പാടുന്നില്ല. നമുക്ക് ചേട്ടനൊരു പാട്ട് കേൾക്കണ്ടേ? അപ്പൊ എന്തായാലും പാട്ട് കേൾക്കണ്ടേ? നമുക്ക് പാട്ട് പാടാം. പാട്ടിന് പ്രായമില്ല, 70 വയസ്സൊന്നും ഒരു പ്രായമില്ലെന്ന് നിങ്ങൾ പാടിക്കൊണ്ട്. അതെ. എന്തായാലും അപ്പം കാണാം രാമചന്ദ്രേട്ടാ. അപ്പം ടിക്കറ്റുകൾ നന്നായി വിൽക്കുക. ബമ്പർ എന്തായാലും ഈ കലോത്സവ നഗരിയിൽ വന്ന ഏതെങ്കിലും ഒരു മനുഷ്യനാവട്ടെ ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ അടിക്കുന്നത്, ഒന്നാം സമ്മാനം അടിക്കുന്നത് എന്നുള്ളത്. ആര് കിരീടം വാങ്ങുകയാണെങ്കിലും ഇതേപോലെ 20 കോടി സമ്മാനവുമായി ക്രിസ്മസ് ബമ്പർ ഉണ്ട്. അപ്പൊ റിയാസ്ക്ക് ഒരു ടിക്കറ്റ് വേണോ? ഞാൻ എടുത്തു, അതുകൊണ്ടാണ് പറഞ്ഞത് ഇത്തവണ ഈ കലോത്സവ നഗരിയിൽ വന്ന ഒരാൾക്കായിരിക്കട്ടെ ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ എന്ന് ഞാൻ എനിക്ക് തന്നെ ആശംസിച്ചാണ് ഏട്ടാ. അപ്പം കാണാം. ഓൾ ദി ബെസ്റ്റ്. യെസ്.